ജയചന്ദ്രൻ ഒരു എല്ലാ കാലത്തേക്കും ഒരുപോലെ പ്രസക്തവും പ്രാധാന്യമർഹിക്കുന്ന സംഗീത യൗവനമായിരുന്നു. എല്ലാ കാലത്തേക്കും എന്ന് പറയുന്നത് അധികപ്പറ്റായിരിക്കില്ല. കാലാതീതമായി അദ്ദേഹത്തിന് ആ സ്വീകാര്യത ലഭ്യമാക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമുള്ള ശബ്ദം സ്നേഹത്തോടുകൂടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നൊരു ജനസമൂഹം കേരളത്തിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ രൂപം കൊടുത്തിരുന്നു. ഒരു ചരിത്ര കാലഘട്ടത്തെ സംഗീതത്തിൻ്റെ സ്നേഹം കൊണ്ടും സ്നേഹത്തിൻ്റെ സംഗീതം കൊണ്ടും സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ചരിത്രപ്രധാനവും അവിസ്മരണീയവുമായ പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ കേരള സമൂഹത്തിന് മലയാളികൾ ഉള്ളിടത്തെല്ലാം മനസ്സ് നിറയെ സന്തോഷിക്കുന്ന സ്മരണകളാണ് ഭൂതകാലത്ത് ജയചന്ദ്രനുള്ളതെങ്കിൽ ഇന്നത്തെ വർത്തമാനകാലത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് സന്തോഷത്തോടൊപ്പം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് ആധുനിക കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ അതിരുകളില്ലാത്ത വിധം അളവറ്റ പങ്ക് വഹിച്ച വലിയ വിശാലമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആ വിശാലമായ വ്യക്തിത്വത്തിൻ്റെ നിലക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ, മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിക്കുകയാണ്. എൻ്റെ നാടായ പറവൂരിലെ ചേന്നമംഗലത്ത് ചരിത്രപ്രസിദ്ധമായ പാല്യം കുടുംബത്തിൽ ജനിച്ച് ചേന്നമംഗലം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി അവിടുന്ന് പഠിത്തം കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിലേക്ക് ജീവിതമാറ്റം ആണ് സംഭവിച്ചത്. തുടർന്ന് തൃശ്ശൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഇപ്പോൾ മടക്കയാത്രയിൽ ജന്മദേശത്തേക്ക് അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹാദരങ്ങളോട് ഓർക്കുകയാണ്. സ്മരണകൾക്ക് നമോ അർപ്പിക്കുന്നു.